റോമലേഖനം 8:26-27 തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരുപാട് പേര് അവരുടെ വേദന, ഒരു രോഗം വന്നു, അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. കുടുംബത്തിൽ വലിയൊരു പ്രതിസന്ധി വന്നു, ജപ്തിയായി, കണ്ണുനീരായി, മക്കളുടെ കല്യാണം നടക്കണില്ല, മക്കൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം മനസ്സ് മരവിച്ച് പോകുന്ന അനുഭവങ്ങളും അവസ്ഥകളിലൂടെയും നമ്മുടെ ജീവിതം ഏതെങ്കിലും ഒരു നാളിൽ കടന്നു പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ നാളുകളിൽ നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കും. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇന്ന് ഒരുപാട് പേരുടെ വിഷമം ഇതാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ ഏകാഗ്രത കിട്ടുന്നില്ല. വിഷമിക്കേണ്ട, പരിശുദ്ധാത്മാവ് സഹായിക്കും. പരിശുദ്ധാത്മാവ് നന്നായിട്ട് ഈ പ്രാർത്ഥനാ കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്ന സംഭവമുണ്ട്. അതായത് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ദാവീദ് രാജാവ് ഒന്നിനെ പുറകെ ഒന്നായി പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം മകൻ തന്നെ ദാവീദ് രാജാവിനെതിരായിട്ട് വിപ്ലവം ഉണ്ടാക്കി. കൊട്ടാരം നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു. സൗൽ രാജാവും സൈന്യവും ദാവീദിനെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്. ഈ സമയത്ത് ദാവീദ് രാജാവ് ചെയ്തതെന്താണ്? ദാവീദ് രാജാവ് പറയാണ്, രാജാക്കന്മാർ അകാരണമായി എന്നെ വെറുക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുന്നു. 119 സങ്കീർത്തനത്തിൽ 23 തിരുലിഖിതം, 119 സങ്കീർത്തനത്തിൽ 23 തിരുലിഖിതം. രാജാക്കന്മാർ ഒത്തുചേർന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. എന്നാൽ ഈ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കും. ആരൊക്കെ നമുക്കെതിരായി, ഒരുപക്ഷെ നമ്മുടെ മക്കൾ നമുക്കെതിരെ തിരിഞ്ഞു, നമ്മുടെ ബന്ധുക്കളെല്ലാം കൂടെ കൂട്ടം കൂടി നമുക്കെതിരെ ഗൂഢാലോചന ചെയ്യുന്നു, അയൽക്കാർ നമുക്കെതിരെ എന്തൊക്കെയോ തരത്തിൽ നമ്മൾ ഉപദ്രവിക്കുന്നു. ഒരു എവിടേക്ക് നോക്കിയാലും ഒരു സമാധാനമില്ലാത്തൊരു സ്ഥിതി ഒരുപക്ഷെ ജീവിതത്തിലുണ്ടായാലും ദാവീദ് എന്താ ചെയ്തത്? ദാവീദ് വേദപുസ്തകം എടുത്ത് കർത്താവിന് മുമ്പിൽ പോയിരുന്ന് കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചു. അങ്ങനെ ഹൃദയം ഉറപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അല്ലെങ്കിൽ നമ്മൾ ആകുലത, ഉത്കണ്ഠ, ടെൻഷൻ, നിരാശ, വെറുപ്പ്, നീരസം, പ്രതികാരം, വൈരാഗ്യം, ഇങ്ങനെയുള്ള വലിയ തരത്തിലുള്ള ദുരന്തങ്ങളിൽ ചെന്ന് നിവദിക്കും. ഞാൻ നിങ്ങളോട് പറയാം, മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും വന്ന ദൈവരാജ്യത്തിൽ ഇതെല്ലാം എല്ലാവരും അനുഭവിച്ചറിയും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകുന്ന തകിടമറിച്ചിലുണ്ടാകും. ഇതെല്ലാവരുടെ ജീവിതത്തെ അനുഭവിച്ചറിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഏറ്റവും നിസ്സാരരൊക്കെ പ്രാർത്ഥിച്ച് കയറിപ്പോകും. എന്നാൽ ഒട്ടനവധി പേര് വൈരാഗ്യം, വെറുപ്പ്, നീരസം, സങ്കടം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, മടുപ്പ്, ക്ഷീണം, തളർച്ച, അതുപോലെ തന്നെ സംശയം, ദൈവം ഉണ്ടോ എന്ന വിചാരം, ദൈവത്തിനെതിരായുള്ള ചിന്തകൾ, സഭയ്ക്കെതിരായ ചിന്തകൾ, വൈദികർക്കെതിരായ ചിന്തകൾ, ഇങ്ങനെയുള്ള അസംഖ്യം തകർച്ചയുടെ കുഴികളിൽ, വേറൊരു വാക്കി പറഞ്ഞാൽ മരണഗർത്തങ്ങളിൽ നിപതിക്കും. ആ സമയത്ത് എളിയവരെ പരിശുദ്ധാത്മാവ് സഹായിക്കും.
അവരെ വേണ്ട വിധം പ്രാർത്ഥിക്കാൻ. അവർ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നവരാണ്. അവരെന്ത് ദാവീദ് അങ്ങനെയായിരുന്നു. കാര്യശരി ഒരുപാട് സമ്പത്ത്, ഒരുപാട് ഉയർച്ച, രാജാവ് വരില്ലാക്കി ആരെങ്കിലും ഒരു പ്രശ്നം വരും, വേഗം പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കും. പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചതുകൊണ്ട് എന്തായി? ദാവീദിന് കർത്താവ് കൊടുത്തൊരു കൃപയാണ്. എത്ര പ്രതിസന്ധി വരുന്നോ അത്രയും കൂടുതലായി കർത്താവിൻ്റെ അടുത്തിരിക്കുന്ന കൃപ, കർത്താവിനെ അടുത്തിരിക്കാനുള്ള കൃപ, കർത്താവിനെ ആശ്രയിക്കാനുള്ള കൃപ. അതുകൊണ്ട് കർത്താവ് ദാവീദിനെ വീണ്ടും അനുഗ്രഹിച്ചു വരുത്തി. ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ മറ്റൊരു കാര്യം ഇങ്ങനെയാണ്. വലിയ പ്രതിസന്ധി വേദനയുള്ള സമയത്ത് 62-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദിനെ കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്? 63-ാമത്തെ സങ്കീർത്തനത്തിൽ 5-6 വാക്യങ്ങൾ. 63-ാമത്തെ സങ്കീർത്തനത്തിൽ 5-6 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരാളെ സഹായിച്ചാൽ ചിലപ്പോൾ തീരെ നിസ്സാരനായിരിക്കാം, ചിലപ്പോൾ ഉന്നതനായ വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ജോലിയുള്ള വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ജോലി ഇല്ലാത്ത വ്യക്തിയായിരിക്കാം. ഉന്നത സ്ഥാനമോ സമ്പത്തോ പഠിപ്പോ സ്ഥാനക്കുറവോ പഠിപ്പില്ലായ്മ ഒന്നും ഈ പ്രാർത്ഥനയ്ക്ക് തടസ്സമല്ല. എളിമയാണ് വേണ്ടത്. അഹങ്കാരം ഉണ്ടെങ്കിൽ നടക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 63-ാമത്തെ സങ്കീർത്തനത്തിൽ 5-6 വാക്യങ്ങൾ എന്താ അവിടെ വായിക്കുന്നത്? കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം. കൊടിയ വഞ്ചനയുടെ നടുവിൽ സ്വന്തം മക്കൾ, സ്വന്തം കുടുംബത്തിൽ, സ്വന്തം കൊട്ടാരത്തിൽ, സ്വന്തം സൈന്യം എല്ലാം രാജാവിനെ വഞ്ചിച്ചു. സ്വന്തം ജനങ്ങൾ രാജാവിനെ വഞ്ചിച്ചു. രാജാവും ഏതാനും അനുചരന്മാരൊഴികെ ബാക്കി ജനങ്ങൾ മുഴുവൻ വിമതപക്ഷത്തേക്ക് പോയി. കൊട്ടാരത്തിൽ തന്നെ എല്ലാം മറുപക്ഷം മാറി. സ്വരാജാവിൻ്റെ പ്രധാന ഉപദേശകൻ, പ്രാർത്ഥിച്ച് മെസ്സേജ് കൊടുത്തിരുന്ന ആൾ ശത്രുവിൻ്റെ പക്ഷത്തേക്ക് പോയി. അതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിൻ്റെ വചനം പഠിച്ച് ഞാൻ എൻ്റെ ഹൃദയം കർത്താവിന് ആനന്ദഗീതം ആലപിക്കുന്നു. എന്താ കാരണം? പ്രാർത്ഥിക്കാനുള്ള കൃപ അവിടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് കൊടുത്തു. എന്താ പറയുക? വചനം വായിക്കുന്നത് എങ്ങനെയാണ്? രാത്രിയിൽ കിടക്കയിൽ ഞാൻ അങ്ങയെ ധ്യാനിക്കും, രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ അങ്ങയെ ധ്യാനിക്കും. മജ്ജയും മേധസ്സും കൊണ്ട് എന്നതുപോലെ സംതൃപ്തി, മജ്ജയും മേധസ്സും കൊണ്ട് എന്നതുപോലെയുള്ള സംതൃപ്തി ജീവിതത്തിൽ നിറയുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 63-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, സങ്കീർത്തനം 63:8. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ സഹായിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വലിയ തരത്തിലുള്ള ആത്മാവിൻ്റെ ഒരു നിറവ് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ആത്മാവിൻ്റെ നിറവുണ്ടാവണമെങ്കിൽ ജോലി കിട്ടുന്നത് കൊണ്ടോ, നമുക്ക് സമ്പത്തുണ്ടാകുന്നത് കൊണ്ടോ, രോഗം മാറുന്നത് കൊണ്ടോ ആയിരിക്കണമെന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം നടക്കുന്നത് കൊണ്ട് ആയിരിക്കണമെന്നില്ല നമുക്ക് ആത്മാവിൻ്റെ നിറവ് കിട്ടുന്നത്. വൈജോഗിക്ക് 63-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ തിരുലിഖിതം, എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലതുകൈ എന്നെ താങ്ങി നിർത്തുന്നു. അങ്ങയുടെ വലതുകൈ, അങ്ങയുടെ വലതുകരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലതുകരം എന്ന് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവാണ് എന്നെ താങ്ങി നിർത്തുന്നത്. അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നെ താങ്ങി നിർത്തുന്നു. ഞാൻ, എൻ്റെ ഹൃദയം, എൻ്റെ ആത്മാവ്, എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. എൻ്റെ ദൈവത്തോട് എൻ്റെ ആത്മാവ്, എൻ്റെ ജീവിതം ഒട്ടിച്ചേർന്നിരിക്കുന്നു. അതുപോലെ നമ്മളെ ഉയർത്താൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മളെ കർത്താവിലേക്ക് ഐക്യപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കൈകൾ ഉയർത്തി 5 തവണ ഹല്ലേലൂയ ഉറക്കെ പറയാം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പിന്നെ നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന വളരെ വലിയൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. റോമാലേഖനം 5-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം, റോമാലേഖനം 5-ാം അധ്യായം 5-ാമത്തെ തിരുലിഖിതം. ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ ഒരു വ്യക്തിക്ക് വളരാൻ പറ്റുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെ. ഒരുമിച്ച് വായിച്ചേ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മളിലേക്ക് നിരന്തര അനുഭവം വരണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ കർത്താവ് ആദ്യം തന്നെ തരികയാണ്. ഈ സ്നേഹം അനുഭവിക്കാൻ ഉറക്കെ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ മറ്റൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. 33-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ, 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം 33-ാം അധ്യായം 1 തൊട്ട് 13 വരെയുള്ള തിരുലിഖിതങ്ങളാണത്. അവിടെ മനാസെ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ അനുഭവമാണ്. മനാസെ എന്താ ഈ മനാസെ രാജാവിൻ്റെ അനുഭവം? മനാസെ രാജാവിൻ്റെ അനുഭവം ഇതാണ്. അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ രാജാവായി. അദ്ദേഹത്തിൻ്റെ അപ്പൻ മരിച്ചു, അദ്ദേഹം രാജാവായി. അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ആരുമില്ല. അങ്ങനെ ചെറുപ്രായത്തിൽ രാജാവായി മനാസെ കുറച്ച് കഴിഞ്ഞപ്പോൾ താന്തോന്നിയായി മാറി. അദ്ദേഹത്തിൻ്റെ ദൈവഭക്തി നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ദൈവവിചാരം നഷ്ടപ്പെട്ടു. അദ്ദേഹം ദുർമാർഗിയും ദൈവനിഷേധിയുമായി രൂപാന്തരപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 33-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു നോക്കിയേ. 2 ദിനവൃത്താന്തം 33-ാം അധ്യായം 1 തൊട്ട് 13 വരെ വാക്യങ്ങൾ ഉറക്കെ വായിക്കാം. മനാസെ 12-ാം വയസ്സിൽ രാജാവായി. അവൻ ജെറുസലേമിൽ 55 വർഷം ഭരിച്ചു. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരുത്തിയ ജനതകളുടെ മ്ലേച്ഛാചാരങ്ങൾ അനുകരിച്ച് അവൻ അവിടുത്തെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. തൻ്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുതുക്കി പണിതു. ബാലിന് ബലിപീഠങ്ങൾ നിർമ്മിച്ചു, അക്ഷേര പ്രതിഷ്ഠകൾ സ്ഥാപിച്ചു, ആകാശഗോളങ്ങളെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ജെറുസലേമിൽ എൻ്റെ നാമം എന്നേക്കും വസിക്കുമെന്ന് ഏത് ആലയത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നുവോ ആ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ നിർമ്മിച്ചു. ദേവാലയത്തിൻ്റെ 2 അങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ പണിതു. സ്വന്തം പുത്രന്മാരെ അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ഹോമിച്ചു. ജ്യോത്സ്യം, ആഭിചാരം, ശകുനം എന്നിവ സ്വീകരിക്കുകയും പ്രേതാവിഷ്ടരുടെയും മന്ത്രവാദികളുടെയും ഉപദേശം ആരായുകയും ചെയ്തു. കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ പ്രകോപിപ്പിച്ചു. താനുണ്ടാക്കിയ വിഗ്രഹം അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഈ ആലയത്തെക്കുറിച്ചാണ് ദാവീദിനോടും പുത്രനായ സോളമനോടും ദൈവം ഇപ്രകാരം അരുളി ചെയ്തത്: ഈ ആലയത്തിലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിലും എൻ്റെ നാമം ഞാൻ എന്നേക്കും പ്രതിഷ്ഠിക്കും. വേറൊരു വാക്കി പറഞ്ഞാൽ, ഈ മനാസെ രാജാവ് 12-ാം വയസ്സ് രാജാവായി. അപ്പൻ മരിച്ചു. പിന്നെ തനി തോന്നിയാസം, ഇടം വലം നോക്കാതെ ചുറ്റുമുള്ള ജനതകൾ ചെയ്യാൻ അറച്ചിരുന്ന കാര്യങ്ങൾ പോലും യാതൊരു കൂസലും കൂടാതെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നേതാവായ ഈ മനാസെ രാജാവ് ചെയ്തു. സ്വന്തം പുത്രന്മാരെ ഈ ദേവീദേവന്മാർക്ക് വേണ്ടി ഹോമിക്കുക, മ്ലേച്ഛ വിഗ്രഹങ്ങളെല്ലാം സ്ഥാപിക്കുക. കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്ന് ഈ മ്ലേച്ഛ വിഗ്രഹങ്ങളെല്ലാം സ്ഥാപിച്ചു. അങ്ങനെ തെക്ക് തൊട്ട് വടക്ക് വരെയും കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെയും രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം അരാജകത്വം നടമാടാൻ ഈ രാജാവ് ഇടവരുത്തി. ഈ രാജാവ് മാത്രമല്ല, രാജാവ് ജനങ്ങളെ കൂടെ അങ്ങനെ ചെയ്യിപ്പിച്ചു. അവൻ പാപം ചെയ്തു, അവൻ ജനങ്ങളെ കൂടെ അങ്ങനെ പാപം ചെയ്യിപ്പിച്ചു. അങ്ങനെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവസന്നിധി ദുഷ്ടനും നീചനുമായി പ്രവർത്തിച്ചു. അവൻ്റെ അപ്പനെ ഹെസക്കിയ നല്ല വിശുദ്ധിയും ദൈവഭക്തിയുള്ള ഒരു നല്ല ഒരു അപ്പനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ മാതാപിതാക്കന്മാർ നല്ല ദൈവഭക്തരും നല്ല നീതിനിഷ്ഠരും ആണെങ്കിലും വളരെ ദുർമാർഗികളായ മക്കൾ ഉണ്ടാകാം. ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുക, പ്രാർത്ഥന വിഫലമാവില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ നിലവിളിക്കുക, ആ നിലവിളി അത് വെറുതെ പോവില്ല, അവർക്ക് മാനസാന്തരം കിട്ടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്ദേഹം ഇത്ര ദുർമാർഗിയായി സാർന്നപ്പോൾ ദൈവം, ഇദ്ദേഹത്തിൻ്റെ അപ്പൻ മരിച്ചുപോയി, ഇദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ആരുമില്ല, ഇദ്ദേഹത്തോട് പറയാനും ആരുമില്ല. ദൈവം തന്നെ നേരിട്ട് ഇദ്ദേഹത്തെ നന്നാക്കാൻ വേണ്ടി, തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പലതവണ നോക്കുന്നുണ്ട്. 33-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. 10-ാമത്തെ വാക്യം. കർത്താവ് മനാസയോടും ജനത്തോടും സംസാരിച്ചു, പക്ഷേ അവർ വകവച്ചില്ല. കർത്താവ് മനാസയോടും ജനത്തോടും സംസാരിച്ചു. രാജാവും ജനം ഒന്നടങ്കം വഴിതെറ്റിപ്പോയി. രാജാവാണ് മുൻപന്തിയിൽ അക്രമം കാണിക്കാനും തിന്മ പ്രവർത്തിക്കാനും ദുഷ്ടത കാണിക്കാനും ഒക്കെ. ഒന്നടങ്കം വഴിതെറ്റി. ദൈവം അനേകം പ്രവാചകന്മാരെ അയച്ചു. ഒരുപാട് ആളുകളിലൂടെ ദൈവം അവരോട് സംസാരിച്ചു, തിരിച്ചു വരാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചു വന്നില്ല, വഴങ്ങിയില്ല. അതാണ് പറഞ്ഞത്. വായിച്ചു നോക്കിയേ. ദൈവം
10-ാമത്തെ വാക്യം വായിച്ചേ, 10-11. കർത്താവ് മനാസയോടും ജനത്തോടും സംസാരിച്ചു, പക്ഷേ അവർ വകവച്ചില്ല. അതിനാൽ കർത്താവ് അസീറിയ രാജാവിൻ്റെ സേനാധിപന്മാരെ അവർക്കെതിരെ അയച്ചു. അവർ മനാസയെ കൊളുത്തിട്ടും പിടിച്ച് ഓട്ടുചങ്ങലൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഈ എല്ലാ മാനസാന്തരത്തിൻ്റെ വചനങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഒരുപാട് ആളുകൾ പ്രവാചകന്മാരെ അയച്ചിട്ട് അവർ പറഞ്ഞിട്ടും കേൾക്കാതെ വന്നപ്പോൾ അവസാനം കർത്താവ് സമീപത്തുള്ള ഒരു രാജാവിനെ ഉണർത്തി. ആ രാജാവ് സൈന്യവുമായി വന്ന് ഈ രാജ്യത്തെ തോൽപ്പിച്ചു. ഈ രാജ്യത്തെ തോൽപ്പിച്ച് ജനങ്ങളെല്ലാം ബന്ദികളാക്കി, അനേകം പേരെ കൊന്നുകളഞ്ഞു. രാജാവിൻ്റെ പുത്രന്മാരെ കൺമുപിച്ച് കൊന്നു. രാജാവിനെ ചങ്ങലക്കിട്ട് കൊളുത്തിട്ട് കെട്ടി, ചങ്ങലക്കിട്ട് കെട്ടി കൊളുത്തിട്ട് വഴിച്ച്, അങ്ങനെ കണ്ണൊക്കെ ചുഴന്നെടുത്തുണ്ടാവും അറിയില്ല. എന്തായാലും കിരാതന്മാരായ ബാർബേറിയൻസായ പട്ടാളക്കാരായിരുന്നു അവർ. അതിഹീനമായ വിധത്തിൽ ഈ രാജാവിനെ വേദനയ്ക്കിരയാക്കി. അങ്ങനെ അടുത്ത രാജ്യത്തേക്ക് കൊണ്ടുപോയി, അസീറിയ രാജ്യത്തേക്ക് കൊണ്ടുപോയി. അവിടെ കിണർ പോലെയുള്ള പാതാള അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ കാരാഗൃഹത്തിൽ ഇട്ട് പൂട്ടി. അങ്ങനെ ഇപ്പോൾ ചങ്കോലില്ല, കിരീടമില്ല, അധികാരമില്ല, രാജ്യമില്ല, ജനങ്ങളില്ല. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് അവന് വീണ്ടും വിചാരമുണ്ടായി. അവൻ ദൈവമേ എന്ന് വിളിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ആ സമയത്ത് നിരാശയിലേക്ക് പോയില്ല, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചില്ല. കാരണം ഭാര്യ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, മക്കളെല്ലാം കൊന്നുകളഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു. അവൻ അപ്പോഴും അവൻ്റെ ഉള്ളിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നു. അവൻ അവിടെ കടന്ന് അവൻ കരഞ്ഞു, അവൻ വിളിച്ചു, ദൈവമേ ദൈവമേ. അവൻ കരഞ്ഞു. ദൈവം വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു എന്നാണ് പറയണത്. അതാണ് ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ അനുഭവത്തിലേക്ക് ആത്മാവ് നമ്മളെ നയിക്കും. കാര്യം ശരിയാവില്ല, ക്യാൻസറോ വലിയ ജോലി തകർച്ചയോ വലിയ കുടുംബ തകർച്ചയോ വലിയ എല്ലാം നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ ദൈവത്തിന് വീണ്ടും പടുത്തുയർത്താൻ കഴിവുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 12-ാമത്തെ വാക്യം, 12-13 വാക്യങ്ങൾ. കഷ്ടതയിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയും, കഷ്ടതയിൽ അവൻ നിലവിളിച്ച് ദൈവമേ എന്ന് പറഞ്ഞ് കരഞ്ഞു. തൻ്റെ പിതാക്കന്മാരുടെ മുൻപിൽ തന്നെ തന്നെ അത്യധികം എളിമപ്പെടുത്തുകയും ചെയ്തു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മനാസയെ അവൻ്റെ രാജ്യത്തേക്ക് ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം ആ പ്രാർത്ഥന കേട്ടു. ദൈവമേ എന്നൊരൊറ്റ വിളിയാണ്. ആ വിളി ദൈവം കേട്ടു. ദൈവം വേഗം വന്ന് അവനെ കൈപിടിച്ച് വീണ്ടും അനുഗ്രഹിച്ചു. അവൻ്റെ പാപങ്ങളെല്ലാം കഴുകി, അവൻ്റെ ഹൃദയകാഠിന്യമെല്ലാം മാറി, അവന് കല്ല് പോലുള്ള ഹൃദയം മാറി മാംസളമായൊരു ഹൃദയം കൊടുത്തു. അവൻ്റെ ഹൃദയത്തിൽ അവന് ദൈവഭക്തി കൊടുത്തു, വിശ്വാസം കൊടുത്തു, സ്നേഹം കൊടുത്തു. അവൻ്റെ രാജ്യം അവന് തിരിച്ചു നൽകി. അവനെ തിരിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. വീണ്ടും അവന് സിംഹാസനം കൊടുത്തു. അവൻ വീണ്ടും ജെറുസലേമിൽ ഭരണം നടത്തി. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. എത്രമാത്രം അകന്നുപോയൊരു വ്യക്തിയാണ്. സ്വന്തം പുത്രന്മാരെ ഹോമിച്ച് ദേവീദേവന്മാർക്ക് വേണ്ടി കൊന്ന് ചോരയൊഴുക്കുന്ന ഒരു അപ്പൻ. അത്രയും ക്രൂരത, അങ്ങേയറ്റം നശിച്ചു പോയൊരാത്മാവ്. പക്ഷേ പരിശുദ്ധാത്മാവ് ഉപേക്ഷിച്ചില്ല. പരിശുദ്ധാത്മാവ് അതിനെ ഒരു വിധത്തിൽ നല്ല വഴിക്ക് കൊണ്ടുവന്നു. എന്ന് എഴുന്നേറ്റ് വന്നേ. ഇപ്പം നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പരിശുദ്ധാത്മാവ് ദൈവമായ കർത്താവിൻ്റെ, അതാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ പറയണത്. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ പറഞ്ഞത് എങ്ങനെയാണ്? ഒരു ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നുപോയി, സർവ്വതരത്തിലുള്ള തിന്മയും ചെയ്ത് അങ്ങനെ നഷ്ടപ്പെട്ട ഒരാത്മാവാണെങ്കിലും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനത്താൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ, ഒരു തീ പിടിച്ച വീട്ടിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കാൻ അമ്മ ഓടിച്ചെല്ലുന്നതിൻ്റെ 10,000 ഇരട്ടി വേഗത്തിൽ ദൈവം ഓടി വന്ന് ആ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാവിൻ്റെ കൂടെ നിൽക്കും എന്നാണ് പറയണത്. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നാം ശക്തി പ്രാപിക്കുന്നത്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഉടനെ നിരാശ, പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഉടനെ ആത്മഹത്യ ചിന്ത, ഉടനെ വെറുപ്പ്, ഉടനെ വൈരാഗ്യം,
ഉടനെ എല്ലാം തകർന്നു എന്ന ചിന്ത, ഇനി രക്ഷയില്ല എന്ന ചിന്ത ഇവിടെ നിൽക്കുന്ന പല ആളുകളുടെ മനസ്സിൽ പലപ്പോഴായിട്ട് പിശാച് കൊടുത്തിരിക്കുന്ന ഇതാണ്, ഇനി രക്ഷയില്ല, ഇനി എനിക്കൊരു പുതിയ ഒരു ഫ്യൂച്ചറൊന്നുമില്ല, ഇത്രയും പ്രായമായി, ഇനി എന്ത് ചെയ്യാനാ, ഇനി നേരെയാവോ, ഇനി നേരെയാവോ, ഇത്രയും പ്രായമായി, ഇനി എന്ന് ഒരു വിശുദ്ധനാകാനാണ്, ഇനി എന്ന് സാമ്പത്തികമായി വരാനാണ്, റിട്ടയർഡായി, ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് നോക്കിയില്ല അല്ലേ, നിരാശയും വിഷമമാണ്. നീ റിട്ടയർഡ് ആയതിനു ശേഷം 70 വയസ്സ് കഴിഞ്ഞാൽ ദൈവത്തിന് നിന്നെ വലിയൊരു ഫ്യൂച്ചർ തരാൻ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. ഈ രാജാവിന് സർവ്വതും പോയി, സർവ്വ അഡ്രസ്സും പോയി. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോയില്ല. പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്നു, പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്നു. പരിശുദ്ധാത്മാവിന് പ്രത്യാശ കൊടുത്തു, ദൈവത്തിന് പുതുക്കി പണിയാൻ പറ്റും. അവന് വീണ്ടും രാജ്യം കൊടുത്തു, വീണ്ടും സിംഹാസനം കൊടുത്തു. അതെങ്ങനെ ദൈവത്തിന് പറ്റും? ഹല്ലേലൂയ. ഇല്ലായ്മയിൽ നിന്ന് ഒരൊറ്റ വചനം കൊണ്ട് എല്ലാം സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. അങ്ങനത്തെ 1000 ജീവിതങ്ങളുടെ അനുഭവങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്. കഴിഞ്ഞ 10-30 വർഷങ്ങളിലായിട്ട് ദൈവം കാണിച്ചു തന്ന ഒരുപാട് തകർച്ചയുടെ നടുവിൽ, എന്നാൽ ദൈവം ഒരു നാൾ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി, നന്നായിട്ട് എളിമപ്പെടുത്തി കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, ദൈവത്തെ ആരാധിച്ചു. ദൈവമേ, അവർ കരഞ്ഞു, അവർ വീണ്ടും കരഞ്ഞു. ദൈവം വേഗം ഓടി വന്നു. ദൈവം അവരെ 10 മടങ്ങ് അനുഗ്രഹിച്ച് ഉയർത്തിയ അനേക കുടുംബങ്ങളുടെ അനുഭവങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിവിടെ ഒരുപക്ഷെ പാപത്തിൽ തകർന്ന ആത്മാക്കളായിരിക്കും നിൽക്കുന്നത്. നിങ്ങളുടെ ഈ പാപത്തിൽ തകർന്ന ആത്മാവിനെ വെൺമഞ്ഞ് പോലെ തൂവെള്ളയാക്കാൻ പരിശുദ്ധാത്മാവ് 1 മിനിറ്റ് മതി. പരിശുദ്ധാത്മാവിന് കഴിയും, ദൈവത്തിന് കഴിയും. 51-ാം സങ്കീർത്തനത്തിൽ 7-ാം തിരുലിഖിതം, കർത്താവേ, ഹിസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, ഞാൻ നിർമ്മലനാകും. അങ്ങനെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനായി മാറും. ഈ സമയത്ത് അനേകരുടെ ആത്മാവിലെ പാപങ്ങൾ കർത്താവ് കഴുകും. അനേകരുടെ നിരാശ കർത്താവ് എടുത്തു മാറ്റാൻ ഈ സമയം കൃപ വർഷിക്കുകയാണ്. അനേക കല്ലുപോലുള്ള ഹൃദയങ്ങളെ വീണ്ടും പ്രാർത്ഥനയുടെ അഭിഷേകത്തിലേക്കും ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകത്തിലേക്ക് വരാൻ ഈ സമയം കർത്താവ് തൊട്ട് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ ഓർത്ത് നിരാശകളിൽ ഇരിക്കുന്നവരെ കർത്താവ് തൊടുന്നു. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്നവരെ കർത്താവ് തൊടുന്നു. എൻ്റെ പ്രായം ഇത്ര ആയല്ലോ, ഇനി എനിക്ക് ഒരു ഫ്യൂച്ചർ ഇല്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നവരെ കർത്താവ് തൊടുന്നു. ദൈവത്തിന് ഇനിയും പ്രവർത്തിക്കാൻ പറ്റും. ദൈവത്തിന് അനേക വർഷങ്ങളുടെ ആവശ്യമില്ല, ദൈവത്തിന് അനേക നൂറ്റാണ്ടുകൾ ആവശ്യമില്ല, പതിറ്റാണ്ടുകൾ ആവശ്യമില്ല, അനേക വർഷങ്ങളും ആവശ്യമില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് ദൈവത്തിന് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ, 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 ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, 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 ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അപകടിച്ചു നടന്ന് മാപ്പ് ചോദിക്കുന്നു. എന്നോട് ദയ തോന്നണമേ, കൃപ തോന്നണമേ, അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ, കൃപ വർഷിക്കണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, ഹൃദയം നുറുങ്ങി ഉച്ചത്തിൽ വിളിക്കുന്നു.
ശരീരത്തിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നു. സൗഖ്യങ്ങൾ സംഭവിക്കുന്നതായി വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം, വരദാനങ്ങളുടെ നിറവ് ഈ സമൂഹത്തിൽ പലരുടെയും ശരീരങ്ങളിൽ ഇപ്പോൾ കരണ്ടായും തണുപ്പായും അഭിഷേകമായും ഇപ്പോൾ പരിശുദ്ധാത്മാവ് സമൂഹത്തിൽ വ്യാപരിച്ചിറങ്ങുന്നതായി വെളിപ്പെടുന്നു. അനേകം നാളുകളായി കൂദാശ ജീവിതത്തിൽ മാറി നിൽക്കുകയും അനുതാപമില്ലാതെ ഒത്തിരിയേറെ വേദനയോട് കൂടി ഇന്ന് കടന്നു വന്നിരിക്കുന്ന അനേകം മക്കൾക്ക് അനുതാപത്തിന്റെ കൃപ നൽകുന്നതായി വെളിപ്പെടുന്നു. പ്രത്യേകമായ ഒരു വൈറസ് ബാധ മൂലം ആമാശയത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിക്കാതെ മലവിസർജനം പോലും നടത്താൻ പറ്റാത്ത വിധത്തിൽ ഗ്യാസ് വന്ന് വയറ് വീർക്കുന്ന ഒരു രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരു മകന് ഈശോ തൊടുന്നു. അത്ഭുത സൗഖ്യം നടക്കുന്നതായി വെളിപ്പെടുന്നു. ഒത്തിരിയേറെ വിഷമത്തോടു കൂടി കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെ പോലെ എല്ലാ കാര്യങ്ങളും തകർന്നടിഞ്ഞ് ഒന്നാം പ്രമാണ ലംഘനമായി കടന്നു വന്ന് ഒത്തിരിയേറെ പാപ വഴിയിൽ കഴിയുന്ന ഒരു മകന് അനുതാപത്തിന്റെ കൃപ നൽകുകയും ദൈവം അതിലൂടെ ആ മകനെ ഉയർത്തുകയും ചെയ്യുന്നതായി വെളിപ്പെടുന്നു. ദൈവരാജ്യമെന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതമാണെന്നുള്ള ദൈവവചനത്തിന്റെ വ്യാഖ്യാനം അച്ഛൻ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 10 വർഷത്തിന് മീതെ കുമ്പസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തകർന്നു കിടക്കുന്ന ചില ജീവിതങ്ങൾ മാനസാന്തരത്തിലേക്ക് ഉയർത്തപ്പെടുന്നതായി വെളിപ്പെടുന്നു. അബോർഷൻ ചെയ്തിട്ട് മക്കളില്ലാതെ വേദനിക്കുന്ന, പ്രത്യേകിച്ചും ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് കാണിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ പാപത്തെ പറ്റിയുള്ള യഥാർത്ഥമായ ബോധ്യം ലഭിക്കുകയും അനുദമിച്ച് കുമ്പസാരിക്കുകയും ചെയ്യാൻ കൃപ നൽകുകയും കുഞ്ഞുങ്ങളെ നൽകുന്നതായി വെളിപ്പെടുന്നു. പ്രത്യേകമായി ഒരു പേര് കർത്താവ് വെളിപ്പെടുത്തുന്നു. മേരി, സെലീന, ആനി, ജോസഫ്, ലോറൻസ് എന്നിവരുടെ കുടുംബങ്ങളെ കർത്താവ് കടബാധിതയിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്നതായി വെളിപ്പെടുന്നു. വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ഒരു കേസിൽ കുടുങ്ങി കടന്നു വന്നിരിക്കുന്ന ഒരു മകനെ കർത്താവ് കാണിക്കുന്നു. അതിനുമേൽ കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നു. ആ തടസ്സങ്ങളെല്ലാം മാറി ആ കേസ് എല്ലാം പൂർത്തിയാക്കാൻ കൃപ നൽകുന്നതായി വെളിപ്പെടുന്നു. യേശുവേ ആരാധന, ആരാധന. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ, 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 ആമേൻ. ഇരിക്കാം. 2 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ചെയ്യേണ്ട 2-3 ചെറിയ കാര്യങ്ങൾ, അത് ഈശോ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നോക്കാം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഇതിനകത്ത് ആരെങ്കിലും, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. കാര്യം ശരിയാണ്, മാമോദിസയിലൂടെ പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നുണ്ട്. പിന്നെ തിരുപ്പട്ടം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും അട്ടപ്പാടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതൊന്നും കാണാനില്ല. ആളുകളുടെ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമൊന്നും കാണാനില്ല. കർത്താവേ, ഈ രോഗിയെ സുഖപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഈ രോഗിയെ സുഖപ്പെടുത്തണമെന്ന് കാണുന്നില്ല. അല്ലെങ്കിൽ ഈ രോഗി എന്തെങ്കിലും ഒരു കാര്യം വന്ന് പ്രാർത്ഥിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദർശനവരങ്ങളൊന്നും കാണുന്നില്ല. എന്താണ്, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആദ്യകാലങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കാണപ്പെടാത്ത, പ്രകടമായി അനുഭവപ്പെടാത്ത ഒരു കാലഘട്ടം. അപ്പോൾ അന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
എനിക്ക് നമ്മൾ മുമ്പേ പറഞ്ഞില്ല, ചില ബ്രദർമാർ പറഞ്ഞില്ലേ, ഇതേ ആ മൂന്നാമത്തെ ബാഗ്, ആ പാസ്പോർട്ട് ഇരിക്കുന്ന ബാഗ് അവിടെ ഇരിക്കട്ടെ, മറ്റേ ബാഗ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അതേപോലെ കൃത്യമായിട്ട് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ അത് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറേ അപ്പോൾ ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ, പരിശുദ്ധാത്മാനെ ഇങ്ങനെ എനിക്ക് വേണം. അത് ഒരു ഡോർമൻ സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു തിക്കായിട്ട് ഇങ്ങനെ പോരാ, നല്ല വിധത്തിൽ, നല്ല ആക്റ്റീവായ വിധത്തിൽ പരിശുദ്ധാത്മാനെ വേണം. അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞ 2-3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 37 തിരുലിഖിതം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7:37. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. 37 തൊട്ട് 38, 39 3 യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 തൊട്ട് 39 വരെ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, ആർക്കെങ്കിലും, എത്ര കൊടിയ പാപി ആയിക്കോട്ടെ, എത്ര കഠിന ഹൃദയനായിക്കോട്ടെ, എത്ര വിശ്വാസം ഇല്ലാത്തവനായിക്കോട്ടെ, വിശ്വാസി ആയിക്കോട്ടെ, നോൺ ക്രിസ്ത്യൻ ആകട്ടെ, ആരും ആകട്ടെ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, ഈ വചനം കേട്ട ആർക്കെങ്കിലും ഒരു ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവിടുന്ന് ഇഷ്ടം പോലെ കുടിക്കാം. ഇഷ്ടം പോലെ നമ്മൾ നല്ല ജ്യൂസ് കുടിക്കണ മാതിരി ഇഷ്ടം പോലെ പാനം ചെയ്യാവുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമൂഹത്തിൽ ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ യേശുവിനെ കുരിശുമരണത്തെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച്, ക്രൂശിതനായ യേശുവിനെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച്, ക്രൂശിതനായ യേശുവിൻ്റെ അടുത്ത് പോയിരുന്ന, യേശുവേ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു പറഞ്ഞ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ ഒരു നദിയിൽ നിന്ന് ദാഹിക്കുന്ന മൃഗങ്ങൾ വന്ന് കുടിക്കണ മാതിരി നമുക്ക് ഇഷ്ടം പോലെ പാനം ചെയ്യാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സ്വീകരിക്കും. ഈശോ പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരോട് ഈശോ പറഞ്ഞ വചനമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 9 തൊട്ട് 11 വരെ, 9 തൊട്ട് 13 വരെ തിരുലിഖിതങ്ങൾ. 9 തൊട്ട് 13 വരെ തിരുലിഖിതങ്ങൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്നു. അത് മുഴുവനാക്കി നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. മകൻ പാമ്പിനെ ചോദിച്ചാൽ തേളിനെ, അല്ല എന്താ ചോദിച്ചത്? മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ റെഡിയാണെന്ന് എനിക്കറിയാം. ഒന്നോർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ആഗ്രഹിക്കുന്നവർ ചോദിക്കാനാണ് പറയുന്നത്. ചോദിക്കുക. ഒന്ന്, ഈശോയുടെ അടുത്ത് വന്ന് ഈശോയെ ഏറ്റു പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുക. 2, പിതാവിനോട് ചെന്നിട്ട്, പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. നിങ്ങൾ ചോദിക്കുക, കിട്ടും. കാരണം ഈശോ തന്ന ഉറപ്പാണ്, നടക്കും. കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, വചനമാണ് സത്യം. നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവം അല്ല സത്യം, ശരീരത്തിൻ്റെ അനുഭവങ്ങളല്ല സത്യം, വചനമാണ് സത്യം. അത് നടന്നിരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനത് വിശ്വസിച്ചു, ഞാനതുപോലെ പ്രാർത്ഥിച്ചു. കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ചെറിയൊരു ടച്ച് എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. ശരിക്കുള്ളൊരു ഇവിടേക്ക് ഉണ്ട്, പട്ടത്തച്ഛനും ഒക്കെ മെയിനായിട്ടുള്ള നല്ല നല്ല പരിശുദ്ധാത്മാവിന് അനുഭവമുള്ളവരുണ്ട്. എനിക്ക് അട്ടപ്പാടി ചെറിയൊരു ടച്ച് കിട്ടി. എന്നാലും അതുകൊണ്ട് എനിക്ക് പിന്നെ നിരാശയില്ല, വിഷമയില്ല. ലോകത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും അതൊരു നഷ്ടമല്ല, എനിക്കതൊക്കെ ലാഭമാണ്. പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് ഒരു വിശ്വാസിക്ക് ഒന്നും നഷ്ടമല്ല, എല്ലാം ലാഭമായി മാറും. പ്രൈസ് ദി ലോർഡ്. വാങ്ങുന്നവനും വിൽക്കുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്ന കാലം വരും പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്, പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി വചനം കേട്ടുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ പറ്റും. ധാരാളമായി പരിശുദ്ധാത്മാവിനെ കിട്ടും. അപ്പോസ്തല പ്രവർത്തനം 10:44. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും അറിയില്ല
പത്രോസ് അല്ല, അപ്പസ്തോല പ്രവർത്തനം 10:44. എന്താണ്? പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. ഹല്ലേലൂയ. അടുത്തത് 4-മത്തത് 2 തിമോത്തി 1-ാമത്തെ വാക്യം. 2 തിമോത്തി 1-ാമത്തെ വാക്യം. കൈവപ്പ് വഴി നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റും. 2 തിമോത്തി 1:6. എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടും. അപ്പോൾ നല്ല പള്ളിയിലൊക്കെ ചെന്നപ്പോൾ ധ്യാനത്തിനൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കും. താമസിച്ച ധ്യാനം കൊണ്ടോ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലാതെ കൈവച്ച് പരിശുദ്ധാത്മാവിനെ കിട്ടും. അടുത്ത് 5-മത്തത്, കൃപയുള്ളവരടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. കൃപയുള്ളവരടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. നിങ്ങളിവിടെ വന്ന് അടുത്ത് പോയില്ലെങ്കിൽ ഇവിടെ ഈ വചനകൂടാരത്തിൽ വന്നാൽ മതി. എല്ലാ വെള്ളിയാഴ്ച വചനകൂടാരത്തിലേക്ക് പോര്. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ടച്ചോടുകൂടി പോകുള്ളൂ. ഈ കൺവെൻഷന് കൂടുന്ന എല്ലാവരും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നിട്ടാണ് പോണത്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ പലരും നിങ്ങളോട് പറയും, ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് സ്വഭാവം ഒന്നും മാറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, പേടിക്കണ്ട, തന്നെ മാറും. ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് എൻ്റെ സ്വഭാവം മാറ്റിക്കോളും. ഇപ്പോഴത്തെ സ്വഭാവം കണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ആ സ്വഭാവം മാറ്റും. വായിച്ചു നോക്കിയേ, റോമാലേഖനം 1:11-12 വാക്യങ്ങൾ. റോമാലേഖനം 1:11-12 വാക്യങ്ങൾ. കൃപയുള്ളവരടുത്ത് പോയാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. എന്താ? നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. കൃപയുള്ളവരെ അടുത്ത് ചെന്ന് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ, ഇപ്പോൾ എലിസബത്തും പരിശുദ്ധ മാതാവും തമ്മിൽ കണ്ടുമുട്ടി അല്ലേ? ഒരു കൃപ വർദ്ധിച്ചു. ഇരുമ്പിന് മൂർച്ച കൂട്ടും. പ്രൈസ് ദി ലോർഡ്. കൃപ വർദ്ധിച്ചു. ഹല്ലേലൂയ. അവരുടെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള അവരുടെ കൂടെ ഒരുമിച്ച് സ്തുതിക്കുക, അപ്പോൾ കൃപ കിട്ടും. ഇനി പരിശുദ്ധാത്മാവിനെ വർദ്ധിപ്പിക്കാനുള്ള അടുത്തത് ഒരുമിച്ചിരുന്ന് സ്തുതിക്കുക. സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടും. 2 രാജാക്കന്മാർ 3:15. 2 രാജാക്കന്മാർ 3:15. സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടും. അപ്പോസ്തല പ്രവർത്തനം 16-25-31 വരെ വാക്യങ്ങൾ. പൗലോസ് സീലാസ് സ്തുതിച്ചു. 2 രാജാക്കന്മാർ 3:15 പറഞ്ഞെങ്ങനെയാണ്? ഏലീഷായ്ക്ക് ഇച്ചിരി കുറവ് പോലെ തോന്നി, പരിശുദ്ധാത്മാവിന് കുറവ് പോലെ തോന്നി. അപ്പോൾ ഏലീഷ എന്ത് ചെയ്തു? വേഗം ഒരു ഗായകനെ കൊണ്ടുവരുവിൻ. ഗായകൻ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിൻ്റെ ശക്തി ഏലീഷയുടെ മേൽ ഇറങ്ങി വന്നു. When the minstrel began to play, when the musician began to play, the power of the Lord came upon Elisha എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ശക്തി ഏലീഷയുടെ മേൽ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങൾ ഉയർത്തിക്കേ. കർത്താവിനോട് പറയാം, ദൈവമേ, ഈ കാര്യങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ച് എനിക്ക് പരിശുദ്ധാത്മാവിനെ ഡെയിലി പ്രാർത്ഥിക്കണം. എനിക്ക് പരിശുദ്ധാത്മാവിനെ നിറവിന് വേണ്ടി ഡെയിലി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് എന്നാണ് സഭ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത്. ഉച്ചത്തിൽ വിളിക്കുക, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവിനോട് ദാഹിക്കാൻ, പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കാൻ, പരിശുദ്ധാത്മാവിനെ അധ്വാനിക്കാൻ, പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കാൻ, പരിശുദ്ധാത്മാവിനെ ദാഹിക്കാൻ, പരിശുദ്ധാത്മാവിനെ വിശക്കാൻ എളിയ മക്കളുടെ മേൽ ഒരു തുറവി നൽകണമേ, ഒരു അനോയിന്റിംഗ് നൽകണമേ, ഒരു അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് നമുക്ക് ആരാധനയ്ക്കും ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഈശോ പ്രത്യേകം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.